പിടിക്കുകയായിരുന്നു. ശ്രീ എസ് ജയസൂര്യൻ, ഇവിടെ താങ്കൾ വരുന്നതിന് തൊട്ട് മുമ്പ് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ ഒരു കാര്യം, ഇന്നത്തെ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ നിതീഷ് കുമാർ മോദിയുടെ കാൽ തൊട്ട് വണങ്ങുന്നത് കണ്ടു, ചിരാഗ് പാസ്വാൻ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ടു, മോദിയോട് സ്നേഹമെന്ന് നായിഡു പറയുന്നത് കേട്ടു. അപ്പോൾ ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ് എന്നാണ് ശ്രീ മോഹൻ വർഗീസ് പറയുന്നത്. കാരണം ഇതിനു മുൻപും ഇതൊക്കെ കാട്ടിയിട്ടുള്ള ആളുകളാണ് നിതീഷ് കുമാറും നായിഡുവും ഒക്കെ. പക്ഷെ അവിടെ പാലം വലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ അവസ്ഥ അതല്ല. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒന്നിച്ചു തന്നെ പിന്തുണ പിൻവലിച്ചാലും മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭൂരിപക്ഷം അപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളൊരവസ്ഥ കൂടിയുണ്ട്. മാത്രമല്ല, ദിവസങ്ങൾ കഴിയും തോറും ഈ പിന്തുണ വർദ്ധിച്ചു വരാനുമാണ് സാധ്യത. ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ BJP-യേക്കാൾ ഏറെ കഴിവുള്ളവരാണ് TDP-യും JDU-വും. കാരണം അവരനുഭവസ്ഥരാണ്. അവരുടെ നിലപാടുകൾ എല്ലാ കാലത്തും വ്യത്യസ്തമായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ആ രണ്ടു പാർട്ടികളുടെയും നിലനിൽപ്പിനെയും വളർച്ചയെയും താല്പര്യത്തെയും സംരക്ഷിക്കാൻ കഴിയുന്ന നിലപാടുകളാണ് അവരെപ്പോഴും എടുത്തിരുന്നത്. ഇപ്പോൾ നിതീഷ് കുമാർ ആണെങ്കിൽ എത്ര തവണ എങ്ങോട്ട് ചാടിയാലും മറിഞ്ഞാലും അദ്ദേഹത്തിന്റെ കയ്യിൽ മുഖ്യമന്ത്രി പദം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയെ വിട്ടുപോയാൽ ഒരു മന്ത്രിപദമോ അല്ലെങ്കിൽ ബീഹാറിലെ മുഖ്യമന്ത്രി പദമോ സുരക്ഷിതമാക്കി നിർത്തുവാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ശേഷി ഇന്ത്യ മുന്നണിക്ക് ഇല്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർ കാണിക്കുന്ന ഈ ഒരു താല്പര്യവും സ്നേഹവും ബഹുമാനവും എല്ലാം എന്തുകൊണ്ട് തന്നെയാണെങ്കിലും അത് ആത്മാർത്ഥമാണ് എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. ബദൽ മറ്റൊരു സംവിധാനമില്ല. ഇന്ത്യ മുന്നണിക്ക് ഇവരെ ചേർത്തുകൊണ്ട് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. മാത്രമല്ല, മറുവശത്തേക്ക് പോയി എന്നിരിക്കട്ടെ, മറുവശത്തേക്ക് പോയാൽ ആരെയൊക്കെ തൊഴണം? ഇവരവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു പാർട്ടിയാണ്. മറുവശത്ത് ചെല്ലുമ്പോൾ അവിടെ SP ഉണ്ട്, ഇവരെക്കാൾ വലിയ പാർട്ടിയാണ്. അതുപോലെ തന്നെ മമതാ ബാനർജി വലിയ പാർട്ടിയാണ്, DMK വലിയ പാർട്ടിയാണ്, കോൺഗ്രസ്. ഇങ്ങനെ 4 പാർട്ടികളെ തൊഴണം. ഇവിടെ നിൽക്കുകയാണെങ്കിലോ ഒരാളെ തൊഴുതാൽ മതി, അത് നരേന്ദ്രമോദിയെ മാത്രം. അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു നീക്കം തന്നെയാണ് ശരി, ഈ നിലപാട് തന്നെയാണ് ശരി എന്ന് ഉറപ്പിക്കുവാൻ അവർക്ക് നമ്മളെക്കാൾ ഏറെ ബുദ്ധിയുണ്ട്, അനുഭവ പരിചയമുണ്ട്. അതുകൊണ്ട് ഈ മുന്നണി ശക്തമായി മുന്നോട്ട് പോകും, കാലാവധി മുഴുവൻ ഭരിക്കും. ഇനി ഒരിക്കലും ഇന്ത്യ മുന്നണിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണത്തിനോ ഇവർ രണ്ടുപേരും മുതിരാൻ സാധ്യതയില്ല. അവര് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉറച്ച ഘടകകക്ഷികളായി അവരുടെ സംസ്ഥാനവും അതുപോലെ തന്നെ രാജ്യവും ഭരിക്കാനായിരിക്കും അവർ തീരുമാനിക്കുക. അതായിരിക്കും അവരുടെ ബുദ്ധിപരമായ നിലപാട്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം, ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ചും ഇവിടെ ചർച്ച ഞങ്ങൾ തുടങ്ങി വെച്ചത് അതാണ്. ഇനിയിപ്പോൾ മോദി ഗ്യാരണ്ടി എന്നല്ല, NDA ഗ്യാരണ്ടി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ഈ കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിൽ ഒരിടത്തും ഈ NDAയുടെ നേതാക്കളെ കണ്ടില്ല. NDA എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സമ്പ്രദായം തന്നെയായിരുന്നു, അങ്ങനെ തന്നെയാണ് NDA സർക്കാർ എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും ഒരിടത്തും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയുള്ള 5 വർഷം കാണാൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷം കണ്ട രീതിയിലല്ല. അതൊരു വലിയ മാറ്റമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ BJP-യുടെ ഏത് നയങ്ങൾ നടപ്പാക്കണമെങ്കിലും അതിന് ഈ 2 പേർ മാത്രമല്ല, മറ്റ് സഖ്യ പാർട്ടികൾ കൂടി അവരുടെ കൂടി അഭിപ്രായം കേൾക്കേണ്ടി വരും. അങ്ങനൊരു വ്യത്യസ്തമായ സാഹചര്യം നേരിടാൻ അത് നരേന്ദ്രമോദി ഇതിനു മുൻപ് ശീലിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതിൽ വൈഷമ്യങ്ങൾ ഉണ്ടാകും. അത് ഓരോ ദിവസവും ആ ഒരു എതിർപ്പ് കൂടി വരും. ഈ രീതിയിലുള്ള വിലയിരുത്തലിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ആ ഒരു സാഹചര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇതിനു മുമ്പ് ഒരു സഖ്യകക്ഷി ഗവൺമെന്റിനെ നയിച്ചിട്ടുള്ള ഒരു അനുഭവം ശ്രീ നരേന്ദ്രമോദിക്ക് ഇല്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും 2 തവണ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ ആണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക്, ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നതിന് മുൻപ് അദ്ദേഹം ഒരു മുഴുവൻ സമയ RSS പ്രചാരകൻ എന്നുള്ള നിലയിൽ തങ്ങളുടെ സംസ്ഥാനത്തെയും ഈ രാജ്യത്തിന്റെയും മുഴുവൻ രാഷ്ട്രീയ നീക്കങ്ങളെയും നേരിട്ട് മനസ്സിലാക്കാൻ അനുഭവമുള്ളയാളാണ്. കാരണം രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സംഘടനാ പ്രവർത്തനം മുതൽ ദേശീയ തലം വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം വരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന്, അവസരവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു മുന്നണി ഗവൺമെന്റിനെ നയിക്കേണ്ടത് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതായത് ഇതിനു മുൻപ് അടൽ ബിഹാരി വാജ്പേയി 3 തവണ പ്രധാനമന്ത്രി ആയപ്പോഴും 28ഓളം ഘടകകക്ഷികളെ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു. പൊഖ്രാൻ ആണവ സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ, അന്താരാഷ്ട്ര നിലയത്തിൽ എത്രയോ വലിയ സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ കൂട്ടുകക്ഷി ഗവൺമെന്റിനെ നയിച്ച അടൽ ബിഹാരി വാജ്പേയിക്ക് സാധിച്ചുവെങ്കിൽ അതൊക്കെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് ഈ കൂട്ടുകക്ഷി ഗവൺമെന്റിനെ അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് നയിക്കും. മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിനെ നയിച്ചുകൊണ്ട് ലോക നേതൃത്വത്തിലേക്ക് ഉയരേണ്ടത് എന്നും സമർത്ഥമായി കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി എന്നുള്ളതായിരിക്കും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടി വരിക. ശരി, ശ്രീ മോഹൻ ബഗീസ്.